മീഡിയ, സെൻസസ് മീഡിയയിലൂടെ നാം ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 10 കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, നമ്മുടെ വീഡിയോയുടെ തുടക്കമാണ്, ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും പല ചോദ്യങ്ങൾ അല്ലെങ്കിൽ യുക്തിപരമായ പല ഉത്തരങ്ങളുമുള്ളൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പാലിക്കപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൽപ്പനയാണ് ഈ ഞായറാഴ്ച ആചരണം അല്ലെങ്കിൽ സാബത്ത് വിശുദ്ധമായി ആചരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ, ദൈവജനത്തിലൂടെ നാം ചിന്തിക്കാൻ പോവുകയാണ്, എന്തിനാണ് ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കേണ്ടത്? അന്ന് ജോലി ചെയ്യരുതെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ വൈദികര് എഴുതിയുണ്ടാക്കി അല്ലെങ്കിൽ സഭ എഴുതിയുണ്ടാക്കിയ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എഴുതിയുണ്ടാക്കിയതാണോ? കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു പയ്യൻ പെട്ടെന്ന് പോവാണ്. അപ്പൊ എന്നോട് പറയാതെ, ഞാൻ അറിഞ്ഞാൽ ചിലപ്പോൾ ചെറിയതായിട്ട് വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുമെന്ന് കരുതിയിട്ട് ആള് പെട്ടെന്ന് പോകാൻ നിൽക്കുകയാണ്. ആള് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവാ. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, കുറേ ചോദ്യങ്ങളുണ്ട് ഈ തലമുറയ്ക്ക് എല്ലാവർക്കും. കുറെ ആദ്യമേ പോകുന്നത് ബിഷപ്പുമാരിലേക്കാണ് അല്ലെങ്കിൽ അച്ഛന്മാരിലേക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച കല്യാണം നടക്കുന്നു, അപ്പോൾ സഭ എന്താ അങ്ങനെ ചെയ്യാത്ത, അച്ഛന്മാരെന്തെങ്ങനെ ഞായറാഴ്ചയാണല്ലോ പള്ളിയില് വൃത്തിയാക്കുന്നത്, അങ്ങനെ അന്ന് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടുംബം നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡപങ്ങൾ, കല്യാണം നടക്കുന്ന അല്ലെങ്കിൽ കാറ്ററിംഗ് പരിപാടിയുള്ളവർ എന്തു ചെയ്യും? അങ്ങനെ 100,000 ചോദ്യമാണ്. പക്ഷേ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ ഉന്നതത്തിലൂടെ സവാരി ചെയ്യും. ഇതൊക്കെ വാഗ്ദാനമാണ്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഭയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൽപ്പന ഇത്ര പ്രാധാന്യമായി കാണുന്നത്? അത് പ്രത്യേകിച്ച് ഏശയ്യ 58:13 അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം. അതിനു മുന്നേ നമുക്ക് പുറപ്പാട് 16-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അധ്യായം മുഴുവൻ, അതിന്റെ ഹെഡിങ് തന്നെ മന്നായും കാടപ്പക്ഷിയും എന്നാണ്. നിങ്ങൾ അധ്യായം മുഴുവൻ വായിക്കണം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഈജിപ്തിൽ നിന്ന് വന്ന ഒരു ജനത്തെ, അതായത് യഹോവയെ അറിയില്ല, ദൈവത്തെ അറിയില്ല, ഒരു 400 കൊല്ലം കണ്ട് അവർ ദൈവത്തെ മറന്നൊരു ജനത, പ്രത്യേകിച്ച് ഈജിപ്തിലെ ആ ഒരു വിഗ്രഹാരാധനയിൽ മുഴുകിയ അവിടുത്തെ ആ കൾച്ചറിൽ നിന്ന് ജീവിക്കുന്ന ഒരു ജനത ചെങ്കടൽ കടന്ന് 10 അത്ഭുതങ്ങളിലൂടെ ദൈവത്തെ അറിഞ്ഞ് മരുഭൂമിയിലൂടെ വരുമ്പോ ശരിക്കും ദൈവം അവരെ ഏറ്റവും കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിയത് ഈ സാബത്ത്, 7-ാം ദിവസം വിശ്രമിക്കണം എന്ന കൽപ്പന പഠിപ്പിക്കാനായിരുന്നു. നിങ്ങളെ പുറപ്പാട് 16-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിരസകരമായി തോന്നും, പിന്നീട് സങ്കടം തോന്നും ദൈവത്തെ ഓർത്ത്. അതില് 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക. ഇവര് മരുഭൂമിയിൽ പിറുപിറുക്കുകയാണ്. ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചിപ്പാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞ് പിറുപിറുക്കുമ്പോ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മന്ന പൊഴിച്ചു നൽകുന്ന ഒരു വചനഭാഗമാണ് 16-ാം അധ്യായം. അതില് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? 6 ദിവസം നിങ്ങൾ ശേഖരിക്കണം. പക്ഷെ 6-ാം ദിവസം നിങ്ങൾ 7-ാം ദിവസത്തേക്കുള്ളത് ശേഖരിക്കുക. നമ്മുടെ പോലെയൊക്കെയുള്ള സ്വഭാവമുള്ളവർ അതിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവർ ഈ 6 ദിവസവും ചിലർ കൂടുതൽ ശേഖരിച്ചു. അവർക്ക് അത്ര വിശ്വാസം കുറവുണ്ട്. ഇനിയിപ്പോ എങ്ങനെ തീർന്നു പോയാലോ, നാളെ കിട്ടിയില്ലെങ്കിലോ, നാളത്തെ കാര്യമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അവരത് കൂടുതൽ ശേഖരിച്ചു. ഈ 6 ദിവസവും കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതൽ ഉണ്ടായില്ല, കുറവ് ശേഖരിച്ചവർക്ക് കുറഞ്ഞു പോയുമില്ല. അതായത് കൂടുതൽ ശേഖരിച്ചവരുടെ അത് പുഴു വന്നു പോയി. എന്നാൽ 6-ാം ദിവസം, അപ്പൊ ഈ 6 ദിവസവും കൂടുതൽ ശേഖരിച്ചവർക്ക് പുഴു വന്നപ്പോ സ്വാഭാവികമായിട്ട് അവർ വിചാരിച്ചാൽ ഇത് കൂടുതൽ ശേഖരിച്ചാൽ പുഴുത്തു പോകും. 6-ാം ദിവസം കൂടുതൽ ശേഖരിക്കണം, കാരണം 7-ാം ദിവസം ഇത് മന്ന പൊഴിയുകയില്ല. തന്നെയുമല്ല, 7-ാം ദിവസത്തേക്കുള്ളത് 6-ാം ദിവസം കൂടുതൽ എടുത്തു വെക്കണം. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 7-ാം ദിവസം 6-ാം ദിവസം കൂടുതൽ ശേഖരിച്ചത് പുഴു വന്ന് പോയില്ല. തന്നെയുമല്ല, മറ്റൊരു അത്ഭുതം, ഇത് അഗ്നിയിൽ ഉരുകില്ല, പക്ഷെ അരുണോദയത്തിൽ ഉരുകും. ഇത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയാണ്, വെയിലേറ്റാൽ ഇത് ഉരുകി പോകും, പക്ഷെ തീക്കകത്തിട്ടാൽ ഇത് ഉരുകി പോകില്ല. അതെന്തിനായിരുന്നു എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പറയുകയാണ്. ദൈവം വരെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കണമെന്നത് പരിശീലിപ്പിക്കാൻ വേണ്ടി അതിരാവിലെ മന്ന പൊഴിയുമ്പോൾ വെയിൽ വരുന്നതിന് മുമ്പ് ഇത് പെറുക്കിയെടുക്കണം. അപ്പൊ അവർ ഈജിപ്തിന്റെ അടുപ്പത്തിൽ വന്ന് ക്ഷീണിച്ച്, രാവിലെയൊക്കെ ക്ഷീണം കാരണം ഉറങ്ങി ശീലിച്ച ഒരു ശരീരപ്രകൃതിയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കണമെന്ന് അവരെ പരിശീലിപ്പിക്കാൻ
ഈ മന്ന കൊടുത്തപ്പോ 2 കാര്യം പരിശീലിപ്പിച്ചു. 1, അതിരാവിലെ എഴുന്നേൽക്കണം. 2, 7-ാം ദിവസം വിശ്രമിക്കണം. യെശയ്യാ 58:13 വ്യക്തമായി നമ്മോട് പറയാണ്, ഒരു ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യണമെന്ന്. യെശയ്യാ 58:13, സാപത്തിനെ ചവിട്ടി പതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ല എന്ന്. 2, സാപത്തിനെ സന്തോഷദായകമായും കർത്താവിന്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യമായി കണക്കാക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷയിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. നിന്നെ ഉന്നതത്തിലൂടെ സവാരി ചെയ്യിക്കും. അതായത് 3 കാര്യങ്ങളാണ്: നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കരുത്, നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കരുത്, വ്യർത്ഥ ഭാഷയിൽ ഏർപ്പെടരുത്. പ്രിയങ്ങളെ, അന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. ഇനി ഈ ഞായറാഴ്ച ഞാൻ പരിശുദ്ധമായി ആചരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? അതാണ് അടുത്ത ചോദ്യം. വാഗ്ദാനത്തോടുള്ള കൽപ്പന നമുക്കറിയാം അല്ലേ? മാതാവിനെ പിതാവിനെ ബഹുമാനിക്കുക, നിനക്ക് നല്ലത് വരാനും ദീർഘായുസ്സ് ഉണ്ടാവാനും മാതാവിനെ പിതാവിനെ ബഹുമാനിക്കണം. ഇതിലും വാഗ്ദാനമുണ്ട്. നിന്നെ ലോകത്തിന്റെ ഉന്നത സ്ഥാനത്തിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യും, അതായത് നിന്നെ ഞാൻ ഉയർത്തി നിർത്തും. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവം പറയാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു യൗവന കാലഘട്ടം, ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് തുടങ്ങി ഒരു 21 വയസ്സിൽ. പക്ഷേ ആ 21 വയസ്സിന് മുമ്പും അതിനുശേഷമൊക്കെ പള്ളിയിലൊക്കെ ആക്റ്റീവായിരുന്നു. മതബോധന എല്ലാ കാര്യങ്ങളിലും പള്ളിയിൽ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ച് എല്ലാവരും ഒഴിവ് പറയുക ഞായറാഴ്ച വന്നാൽ കാണാമെന്നാണ്. പക്ഷെ ആദ്യകാലങ്ങളിൽ നമ്മളങ്ങനെ ജോലിക്കൊന്നും പോകാറില്ല. പിന്നീട് ഞാനൊരു 26-27 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ തന്നെ സ്ഥാപനത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് നല്ല വരുമാനം. അപ്പോൾ വലിയ ആളുകളെ കാണാൻ തുടങ്ങി, വലിയ ഇൻഷുറൻസ് പോളിസികൾ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആളുകൾ പറയും, ഈ തിരക്കുകൾ കൂടിയവർക്ക് ഞായറാഴ്ച ആണ് ആകെ ഒഴിവ് കിട്ടുക. നമ്മുടെ പോലെ തന്നെ എല്ലാ തീരാത്ത പണിയും തീർക്കുന്നത് ഞായറാഴ്ചയാണ്. കിണർ പറ്റിക്കുക, വീട് വൃത്തിയാക്കുക, എല്ലാം ഞായറാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കുക. കാരണം ശനിയാഴ്ച വരെ നമുക്ക് തിരക്കാണ്. അപ്പോൾ എന്നോട് എൻ്റെ കസ്റ്റമേഴ്സ് പറയാൻ തുടങ്ങി, ഞായറാഴ്ച വന്നാൽ കാണാം. അങ്ങനെ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം, അന്ന് യൂത്തിൻ്റെ പ്രാർത്ഥന യോഗങ്ങളുണ്ട്, എല്ലാം കഴിഞ്ഞൊരു 6 മണി സമയത്തൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. കാരണം വലിയ വലിയ പോളിസികൾ, ഇൻഷുറൻസ് പോളിസികൾ കിട്ടാൻ തുടങ്ങി. വരുമാനം വർദ്ധിച്ചു. ഒരു 2008-10 കാലഘട്ടമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, എൻ്റെ വരുമാനം ഒരു സ്ഥലത്ത് വർദ്ധിച്ചു, പക്ഷേ അതുവരെ ഇല്ലാതിരുന്ന വലിയൊരു കടബാധ്യത, ഏകദേശം ഒരു 50 ലക്ഷത്തോളം കടബാധ്യത 2008-9 കാലഘട്ടത്തിൽ എനിക്ക് വന്നു. അപ്പോൾ വരുമാനം വരാതെ, വലിയ വരുമാനം വരുന്നു, വലിയ കടബാധ്യത വരുന്നു. പക്ഷെ അതുവരെ എനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. നേരത്തെ വിവാഹം ചെയ്തു, 2 മക്കൾ ആ സമയത്തൊക്കെ ഉണ്ടായി. ഒരു 28-30 വയസ്സുള്ള ജീവിതം സെറ്റിലായി. പക്ഷെ സെറ്റിലായപ്പോൾ വലിയ ഇൻഷുറൻസ് പോളിസികൾ കിട്ടാൻ തുടങ്ങി. ഞാൻ വലുതായി, വരുമാനം കൂടി. പക്ഷേ ഞാൻ അറിയാതെ, എനിക്കൊന്നും സാപത്തിനെ കുറിച്ചൊന്നും അന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എന്നോട് പലരും പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ ഉപദേശിക്കാറുണ്ടല്ലോ, നിന്റെ കൈ ഓട്ടക്കൈ ആയതുകൊണ്ടാണ് നിനക്ക് കയ്യിൽ വരുമാനം നിൽക്കാത്തത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ഓട്ടക്കൈയാണ്. ഞാനത് ഒരു പരിധിവരെ വിശ്വസിച്ചു, കാരണം എൻ്റെ കുഴപ്പമില്ലല്ലോ. ആ സമയത്താണ് സെഹിയോനിൽ വട്ടാഴ്ച MP3 കാസറ്റ് ഇറക്കും. ഇതുപോലെ MP4 ഒന്നുമല്ല, വീഡിയോ അല്ല, ഒരു CD-ൽ 100ഓളം വോയിസ് ഉണ്ടാവും. ഓരോ വിഷയങ്ങളായിട്ട് വീഡിയോ ഉണ്ടാവും, അല്ല ഓഡിയോ ഉണ്ടാവും. ഞാൻ അങ്ങനെ എൻ്റെ കാറിൽ അപ്പച്ചനൊന്ന് സ്ഥിരമായിട്ട് അട്ടപ്പാടി സെഹിയോനിൽ പോകുമായിരുന്നു. അട്ടപ്പാടി സെഹിയോനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു MP3 CD എൻ്റെ കാറിൽ, അന്ന് എനിക്കൊരു മാരുതി സെൻ കാറാണ്, അതിലിട്ട് ഞാൻ കേട്ടാൻ തുടങ്ങി. അതിലൊരു വിഷയമായിരുന്നു സാപത്ത്, ഒരു വിഷയമായിരുന്നു ദശാംശം. എൻ്റെ മിസ്റ്റർ, ഞാൻ ആ സാപത്ത് കേട്ടപ്പോൾ അന്ന് അച്ഛൻ ഒരു ദാക്ഷിണ്യമില്ലാതെ പറയുന്നത്, അച്ഛൻ്റെ അനുഭവങ്ങളും കൂടി പറയുന്നത്. ഈ യേശയ്യാ 58:13 അതിൽ ഞാൻ പഠിച്ച വചനമാണ്. അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കൈ ഓട്ടക്കൈ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചോർന്ന കൈ ആയതുകൊണ്ടൊന്നല്ല എനിക്ക് കടബാധ്യത വന്നത്. ഈ കൽപ്പന, 3ാമത്തെ കൽപ്പന, വിശുദ്ധമായ കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കൽപ്പന എന്ന് ലംഘിച്ചു തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതത്തിൽ കടബാധ്യത വരാൻ തുടങ്ങി. കടബാധ്യത മാത്രമല്ല, അത് പറഞ്ഞ് വിശ്വസിക്കാത്തതുപോലെ സോഷ്യലി, സാമൂഹികപരമായിട്ട്, ആരോഗ്യപരമായിട്ട് എല്ലാ മേഖലയും തകർന്നു. സ്വസ്ഥതയും സമാധാനവും പോയി. എൻ്റെ പ്രശ്നങ്ങളെ ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒട്ടക്കൈയൊന്നുമല്ല, ദൈവവചനത്തിൻ്റെ ലംഘനമാണ് എൻ്റെ കടബാധ്യതയ്ക്ക് കാരണം, എൻ്റെ ദുരന്തത്തിന് കാരണം മനസ്സിലായി. ഞാൻ അന്നു മുതൽ ആചരിക്കാൻ തുടങ്ങി. അത്ഭുതം, പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്ന വചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ട് 1 വർഷം കഴിഞ്ഞു. എൻ്റെ കടബാധ്യത മാറി. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സാമ്പത്തികമായി ഉയർന്നു എന്നതിലുപരി
കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു 10 വർഷത്തോളം സുവിശേഷ പ്രഘോഷത്തിൽ ദൈവം ഉയർത്തി വചന ശുശ്രൂഷ തൃശ്ശൂർ രൂപതയുടെ അനേകം പള്ളികളിൽ വചന ശുശ്രൂഷ പറയാൻ പറ്റി, ശാലോം കൺവെൻഷനിൽ പറയാൻ പറ്റി. അങ്ങനെ എല്ലാ മേഖലയിലും അത് ആത്മീയമായും ഭൗതികമായും ദൈവം എന്നെ ഉയർത്തി. ഇന്നും ആ വചനം സാബത്ത് വിശുദ്ധമായി ആചരിക്കാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു. എന്നെ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, ഞാനുമായി ബന്ധപ്പെട്ട ചർച്ചക്കാരെ ഒക്കെ ഈ ദൈവവചനത്തിലേക്ക് അടുപ്പിച്ച് ഇന്ന് അവരുടെ ജീവിതത്തിലും അത്ഭുതകരമായി കുറേ അനുഭവങ്ങളുണ്ട്. അത്ഭുതകരമായ ദൈവം ഇടപെട്ടു. നിങ്ങൾക്കും ഇത് ചെറിയ നിങ്ങൾ ആചരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും പ്രലോഭനങ്ങൾ വരാൻ തുടങ്ങും, പ്രതിസന്ധികൾ വരാൻ തുടങ്ങും, ചിലപ്പോൾ കടബാധ്യത കൂടാൻ തുടങ്ങും. പക്ഷേ വചനത്തിൽ ആശ്രയിക്കുന്നത് റോമ 9:6 ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വള്ളി പുള്ളി തെറ്റില്ല മക്കളെ. നിങ്ങൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും, കടബാധ്യത മാറും, സന്തോഷം വരും, സമാധാനം വരും. ശരിക്കും ആ വചനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു ആസ്വദിക്കാൻ പറ്റുക വചനം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.